തന്നെയാണോ കാലിലേക്ക്? അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മളെ നമുക്ക് പുതിയൊരാളെ കാണാം. നമ്മളെ വണ്ടിയിൽ പോരണ വഴിക്ക് എവിടെ പോവുകയാണ് ഗൈസ്? അതെ ഗൈസ്, ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ ഒരുപാട് ട്രക്കുകളുണ്ട് കേട്ടോ. ട്രക്കല്ല, എന്താ പറയാ, ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ, ട്രാവലേഴ്സ്. അപ്പോ അതുപോലെ തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കും. അതാണ് ഗൈസ് സംഭവം. കിട്ടോ? ചിക്കൻ ബിരിയാണി നന്നാവോ? നന്നായിരിക്കും, നല്ലതാണ്. ഞാൻ 2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. ശരി എന്നാ ചോറ് പടുത്ത ബസ്മതി അരിയൊക്കെയാണ്, വലിയ അരി. വെറൈറ്റി മട്ടൻ നിഹാരി, മട്ടൻ സൂപ്പ് അതുണ്ട് ഇവിടെ. നമ്മളിക്ക് എന്താ വേണ്ടേ? അപ്പൊ ഗൈസ്, ഇനി നമുക്ക് 1-2 ചുരങ്ങൾ അപ്പൊ ഗൈസ് നമുക്ക് ഇനി കുറച്ച് ചുരങ്ങൾ കയറാനുണ്ട്. നമ്മൾ എന്താ പറയാ, കിസാൻ വൈഷ്ണോ ഭോജനാലയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഭക്ഷണം കഴിച്ചത്. എന്താ പറയാ, നമ്മൾ എന്തൊക്കെ കഴിച്ചു? ഫ്രൈഡ് റൈസും കഴിച്ചു. പിന്നെന്താ കഴിച്ച നമ്മള്? ഫ്രൈഡ് റൈസും പിന്നെ എന്താ കഴിച്ച നമ്മള്? ഫ്രൈഡ് റൈസ് ആൻഡ് പനീർ. ബട്ടർ റൊട്ടി 2-4 ടേസ്റ്റ് ഉണ്ടല്ലേ ഗൈസ്? കുഴപ്പമില്ലാത്ത നല്ല ഫുഡാണ്. ഇനി ഞങ്ങളെ ഭാഗ്യം കൊണ്ടാണ് അറിയില്ല, സംഭവം നല്ല രസമുണ്ടായിനി. ഒരു തക്കാളി ചോറിന്റെ ലുക്കില്ലേ? പക്ഷെ ഞമ്മക്ക് കിട്ടിയ ഫ്രൈഡ് റൈസ് ഈസ് ഓക്കെ. അപ്പൊ ഗൈസ്, ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, പലർക്കും പല ടൈപ്പുള്ള സാധനങ്ങളാണ് കിട്ടുക. അതിലാരും വിഷമിക്കരുത്. ചായ അടിപൊളി ചായ, ചായ ഒരു രക്ഷയില്ലാത്ത ചായ. അപ്പൊ കാശ്മീർ വരുന്നവരാണെങ്കിൽ, അതെ, കാശ്മീർ പോണ വഴിക്ക്, നമ്മൾ ശ്രീനഗർ പോണ വഴിക്ക് ഏതെങ്കിലും നല്ല ഹോട്ടലുകൾ, എന്തെങ്കിലും സംഭവങ്ങൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ജസ്റ്റ് എഴുതിയിടുക. കാരണം എന്താ വെച്ചാൽ ഈ വഴിക്ക് വരുന്നവർക്ക്, ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് ഉപകാരത്തിൽ പെടും. പിന്നെ നിങ്ങൾ എന്തായിരുന്നു കഴിച്ചിരുന്നത്? മാഗി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. റൊട്ടി എങ്ങനെയുണ്ട്? 5000 രൂപ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ശ്രീനഗറിലേക്ക് പോണ വഴിക്ക് ഇനി ചുരം കയറാണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. എല്ലാവരും പെട്രോൾ പമ്പ് ആദ്യമായിട്ട് കാണുന്ന താത്താരെല്ലാവരും ഉണ്ട് പെട്രോൾ പമ്പിന്റെ മുന്നിൽ നിന്നാണ് ഫോട്ടോ എടുക്കണേ. അത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്രയും കട സ്ഥലങ്ങളുണ്ടായിട്ട് പെട്രോൾ പമ്പിന്റെ മുന്നിൽ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കണേ. അത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ടോ? ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ബനഹാൽ എത്തുന്നതിന് മുന്നുള്ള ഏതോ ഒരു സ്ഥലത്താണ്. ഭയങ്കര ക്രൗഡഡ് ഏരിയ കേട്ടോ. സൗണ്ടൊക്കെ പോയി ഗൈസ്, ഫുള്ള് തണുപ്പടിച്ച് സൗണ്ടൊക്കെ പോയി ഗൈസ്. ഏത് വണ്ടിന്റെ? ഹേ പ്രഭു, എങ്ങനെയുണ്ട് തണുപ്പ്? ഇതെന്ത് സാധനം? ഞാൻ പറഞ്ഞോ ഈ സാധനം വാങ്ങാന്ന് നമുക്ക്. കാശ്മീരിലുള്ള ഒരു ചേരി പ്രദേശത്ത് പക്ക ഫുള്ള് വേസ്റ്റ് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കണല്ലേ ഗൈസ്. നമ്മൾ വരണ വഴിക്ക് നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി ഗൈസ്. ടയർ നൈസായിട്ട് പൊട്ടിപ്പോയി. അതാണ് നമ്മൾ ലോക്കായി പോയത്. സെറ്റല്ലേ? മുണ്ടാതെ വന്ന് ചായ കുടിക്കല്ലേ? അടിപൊളി ചായ വേണോണ്ടി. അടിപൊളി സാധനം. കൂടുമ്പോഴും തോക്കീർ ഭായ്, വി ആർ ഫ്രം കേരള. ഇംഗ്ലീഷാ?
അപ്പൊ ഗൈസ് നമ്മള് വരണ വഴിക്ക് ബിലാൽഖാന്റെ ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ച് എജാതി ചായ എന്ന് പറയും അല്ലേ? കുറെ ഐറ്റംസ് കാശ്മീർ ചായ. ഒരു ചായ ഉണ്ടാക്കണത് എന്തുണ്ടോ, വെള്ളം ഒഴിക്കാതെ പാൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആറ്റി 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 ചായ ഉണ്ടാക്കും. ഞാൻ വെരി ബ്യൂട്ടിഫുൾ ഗായ്. അപ്പൊ എല്ലാരും കാശ്മീർ വരുമ്പോ ബിലാൽഖാന്റെ ചായപ്പീടിയ കയറാ, ചായ കുടിക്കുക. സൂപ്പർ ചായയാണ്, അടിപൊളി ചായ. ചായക്ക് കിतना रुपया है भैया? 10 रुपया छोटा पैसा. 10 रुपये को अच्छा चाय मिलेगा. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ, പക്ഷെ നല്ല ചായയാണ്, മുഹബത്തുള്ള ചായ, മഞ്ചുള്ള ചായ, ഒരു സ്നേഹത്തോടെ ചായ. എന്താണോ കയ്യിലുള്ളത് തന്നാ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ 2 തരം ചായ ഉണ്ട്. ഒന്ന് ഉപ്പിട്ട ചായ, പിന്നെ ഒന്ന് നമ്മളെ സാധാരണ ചായ. ഉപ്പിട്ട് ചായക്ക് എന്താ പറയാ? ഉപ്പിട്ട ചായക്ക് നമുക്ക് ടീ, നിംകിൻ ടീ. നമുക്ക് നിംകിൻ ടീ പരീക്ഷിക്കണോ ഗൈസ്? വേണോ? റിസ്ക് എടുക്കണോ? വേണ്ടല്ലേ, റിസ്ക് എടുക്കണ്ടല്ലേ? ഒന്നെനിക്ക് അതിനായിട്ട് ഹരി എങ്ങനെയുണ്ട്? പുള്ളിയല്ലേ ജൂടിച്ചോ? പ്രത്യേകതരം മസാല അല്ലേ? അപ്പൊ ഗൈസ്, കാശ്മീരിലെ തെരുവുകളിലൂടെ ഞങ്ങൾ നൂല് പൊട്ടിയ പട്ടത്തെ പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടീന്റെ ടയർ വണ്ടിയുടെ ടയറിന് ഒരുപാട് നന്ദി. ബിലാൽഖാന്റെ ചായ കുടിക്കാൻ പറ്റി. ചായ നല്ല ചായ കേട്ടോ, ദമ്മ് ചായ. അതെ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് അമ്മൂണി? കാശ്മീരിനെ സൗണ്ട് ഒക്കെ പോയി ഗൈസ്. ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ വിടരുത്, മിസ് ചെയ്യരുത്. ഹായ് ഭയ്യ, വി ആർ ഫ്രം കേരള. ഐ എം എ സ്മോൾ യൂട്യൂബർ. എവിടെ? നമ്മുടെ നാട്ടിൽ വന്നോ? തിരുവനന്തപുരം, തൃശ്ശൂർ, പൊളി, ആലപ്പി. റൈഡറാണ്. അപ്പൊ അതെന്തൊക്കെയാണ്? കുറെ സാധനങ്ങളുണ്ടല്ലോ. വാൾനട്ട്, ആൽമണ്ട്, ജെറിക്കോ സാധനങ്ങള്. ഇതെന്താ ടെസ്റ്റ് വെച്ചാ നമുക്ക് കഴിക്കാന്? ഇത് നൂരിയ, ഞാൻ കഴിച്ചോക്കട്ടെ. പുരണ്ട കഴിച്ചോക്കാൻ പറ്റുമോ ഗൈസ്? ഇതെന്തോന്ന് ഭായി? ബ്ലാക്ക്ബെറി ഗൈസ്. ഭായ് നമുക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നു ഗൈസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാം അടിച്ചു മാറ്റില്ലേ തള്ളച്ചിയെ? എല്ലാം അടിച്ചു മാറ്റില്ലേ? ഫ്രീ ആറിനാ മലയാളിന്റെ തനി സ്വഭാവം കാണിക്കണേ. ഞാൻ മാത്രല്ല, ഇവൻ എല്ലാരും ഉണ്ട്. നീ എങ്ങാനും നമ്മുടെ എങ്ങനെയുണ്ട്? എനിക്ക് മറ്റേ ബ്ലാക്ക്ബെറി നല്ല ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക്ബെറി അടിപൊളിയാണ്. ബ്ലൂബെറി അല്ല എന്റെ പേര്. നിങ്ങളെ കുറ്റം പറയും ഞാൻ. ഈ ഷോപ്പിൽ അത്യാവശ്യം എല്ലാ ഐറ്റംസും നമുക്ക് കാശ്മീരിൽ നിന്ന് കിട്ടണം. അപ്പൊ മൂപ്പര് പറഞ്ഞ എന്താ വെച്ചാൽ നമ്മള് ശ്രീനഗറും ഗുൽമർഗൊക്കെ ടൂറിസത്തിന്റെ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കിട്ടാനാണ് സാധ്യത കൂടുതൽ. മൂപ്പറിനെ പറഞ്ഞോളൂ, നിങ്ങളെ പറഞ്ഞോളൂ. लोकेशन पामपोर, लतपुरा पामपोर नेशनल हाईवे पे जो जम्मू से श्रीनगर रोड जाता है, उसी के बीच में आ जाता है. शॉप का नाम अजवा केसर. सैफरॉन सलाजिद मिल जाएगा. ओरिजिनल प्रोडक्ट मिलता है यहाँ पे हर कोई ओरिजिनल चीज, क्योंकि केसर खाली इसी गांव में बनता है और कहीं भी जगह पूरे कश्मीर में, पूरे इंडिया में नहीं बनता. ओके, और दिस इज द ओनली विलेज वेयर सैफरन ग्रोस एंड देयर इज नो एनी अदर प्लेस वेयर यू कैन गेट सैफरन ओरिजिनल. ഒറിജിനൽ സാധനങ്ങൾ മാത്രമേ അവിടെ കിട്ടുള്ളൂ. ഈ ഷോപ്പിൽ മാത്രമേ ഒറിജിനൽ സാധനം കിട്ടുള്ളൂ. ഇവിടെ നമ്മളെ ശ്രീനഗറും ഗുൽമർഗൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അവിടെ ഒറിജിനൽ സാധനങ്ങളൊന്നും കിട്ടില്ല. ഇവിടെ സാധനങ്ങൾ ഒറിജിനൽ ഇവർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അവിടെ കൃഷി സ്ഥലമുണ്ട്, ഫാമേഴ്സ് ആണ് ഇവരെ ഫാമിലി മുഴുവൻ ഫാമേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സാധനങ്ങൾ കിട്ടുള്ളൂ കേട്ടോ. അതെ, യെസ്, ബൈ, താങ്ക് യു.
ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ റൂമിൽ പോവാൻ എവിടെ എത്തി? ഞങ്ങൾ ശ്രീനഗർ എത്തി. ഓല നിക്ക് श्रीनगर ये हमारा न्यू भैया है. उसका शॉप है. तुम्हारा शॉप है? हाँ इसका शॉप है. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗർ നമ്മളെ റൂമിന്റെ മുന്നിലാണ്. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഇതിന്റെ അകത്തുണ്ട്. ഞാൻ കാണിച്ചത് എന്താണ് ഒച്ചപ്പാടും മകളും ഇവിടെ. ഈ കോട്ടൊന്നും പോരട്ടോ. മൂപ്പര് പറഞ്ഞു ഇനി മൈനസ് ഇഞ്ഞും താഴുന്നു. അപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. എവിടെയാണ് ഗൈസ്? നിങ്ങളെ കണ്ടില്ലല്ലോ. ഒരു മിനിറ്റ് നല്ല അടിപൊളി റൂമാണ് ഗൈസ്. AC ഇല്ല റൂമില്. കേസുള്ള റൂമാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ പോവാ? ഇല്ലേ അങ്ങനെ ഉണ്ടോ? അന്നം ഒറിജിനൽ നോക്കൂ. അപ്പൊ ഗൈസ് ഞാനിപ്പോ ഉള്ളത്, അതായത് ഞങ്ങളിപ്പോ ഉള്ളത് ശ്രീനഗറിലുള്ള നമ്മളെ റൂമിലാണ്. നമ്മളെ റൂം സെറ്റപ്പ് റൂം. എല്ലാവരും ഇന്റീരിയർ ഏകദേശം ഒരേപോലെയാണ്. ബെഡ് ഹീറ്റ് ചെയ്യാനുള്ള ഒരു ഹീറ്റർ ഇവിടെ കൊടുത്തിന്. ഇപ്പൊ ബെഡ് നന്നായിട്ട് ഹീറ്റ് ആയി കേട്ടോ. ഇവിടെ സ്വിച്ച് ഞെക്കിയാൽ ഇത് ഹീറ്റ് ആവും സംഭവം. പിന്നെ അതേപോലെ ഇതാണ് ബാത്റൂമിന്റെ അകത്തും ബാത്റൂം സെറ്റപ്പ് ബാത്റൂമാണ്. പോരാ, ബാത്റൂം കുഴപ്പമില്ലാത്ത ബാത്റൂമാണ്. ഇതിൽ ഹീറ്ററൊക്കെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടും ഭംഗിയുണ്ട്. ഇനി നമ്മളെ ഫുഡ് വന്നിട്ടോ. എല്ലാവരും ഫുഡ് വാങ്ങാനുള്ള തിരക്കിലാണ് ഗൈസ്. ഫുഡ് അവർ കൊണ്ടുവന്നത് മട്ടൻ ബിരിയാണി. അപ്പോൾ ബായി നമുക്ക് മട്ടൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. മട്ടൻ ബിരിയാണി മൂപ്പര് ചൂടാറാണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ദിവസം നമ്മുടെ ട്രാവൽ ക്ലബ്ബ് നമുക്ക് തന്നിരിക്കുന്നത് മട്ടൻ ബിരിയാണിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് മട്ടൻ ബിരിയാണി. ഇതാണ് സലീം ഭായ്. ജാവേദ് ഭായ്. ആദ്യം നമ്മളെ അപ്പൊ ഒരു ചൂട് പോകാണ്ടാക്കാൻ വേണ്ടിട്ട് ഫുള്ള് കമ്പിളി പോപ്പൊക്കെ ഇട്ട് സെറ്റ് ആയിക്കാണ്. അപ്പൊ നമ്മൾ പർച്ചേസിന് ഇറങ്ങിന്. അപ്പൊ പർച്ചേസിന് ഇറങ്ങുമ്പോൾ ഒരു പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പർച്ചേസിന് പോയാൽ മതി. അതാണ് മൊയിലാളി പറഞ്ഞ് പ്രത്യേകം പറഞ്ഞ് ചൂടാറിയ രസം ഉണ്ടാവില്ല കഴിക്കാൻ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കഴിച്ച് പള്ളയിലാക്കി ബാക്കി പരിപാടിക്ക് ഇറങ്ങാനുള്ള പ്ലാനിലാണ്. നോക്കി നിൽക്കാൻ തോന്നുന്നില്ല. ഞാൻ കഴിക്കാൻ പോട്ടെ. മേരി മട്ടൻ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ട്രാവൽ ക്ലബ്ബ് പ്രൊവൈഡ് ചെയ്ത മട്ടൻ ബിരിയാണി. അല്ലല്ല, ഒരു മന്തിന്റെ വലിയ ടൈപ്പ് റൈസ് ആണ്. ഇവിടെ ഇങ്ങനെ ഈ റൈസാ കിട്ടുക. വലിയ വലിയ ഐറ്റംസ് റൈസ് ഉണ്ടാകുക. ഇത് തിന്നിട്ട് വേണം. അപ്പൊ ഗൈസ് നമ്മളിവിടെ മട്ടൻ ബിരിയാണി കഴിക്കുമ്പോ ഒരാള് ഒന്നും തിന്നാക്കുന്നുണ്ട്. ഓന് ഈ സാമാനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല പറഞ്ഞത്. തണുപ്പ് കിടക്കുന്നത് മൈനസിലാണ്. അപ്പോൾ സമയം ഏകദേശം 11 മണിയായി. ഞങ്ങൾ ശ്രീനഗറിലെ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മലയാളികളെ പ്രത്യേകത എന്താ പറയുക, നമ്മളെ നാട്ടിൽ നിന്ന് എന്താ പറയുക, ഒരു ജാക്കറ്റ് മതി അല്ലേ, ഒരു ഉഡീസ് മതി എന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ കോളിൽ ഇങ്ങോട്ട് പോരും. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് മനസ്സിലാവുക പിടുത്തം വിട്ട പരിപാടിയാണ്. കാരണം ഈ മൈനസിലെ പണിയാണ്. തെർമൽ ഇല്ലാണ്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. തെർമൽ വേണം. അതിന്റെ മുകളിൽ ഒരു 3-4 കുപ്പായിടുണ്ട്. ഈ മൈനസിൽ നമുക്ക് സർവൈവ് ചെയ്യാനേ പറ്റൂല. നമ്മൾ റൂമിലെത്തിയപ്പോൾ തന്നെ നമ്മളെ വേറൊരു ടീം ഉണ്ടേനി. അപ്പോൾ അവർക്ക് ഒരാകെ എന്താ പറയുക, തണുപ്പ് സഹിക്കാൻ പറ്റാതെ തളർന്ന ആശുപത്രിയിൽ ഗ്ലൂക്കോസ് കയറ്റാൻ കൊണ്ടുപോയി. ഈ സാധനമൊക്കെ മാസ്ക്, ഗ്ലൗസ്, ചെവി മൂടുന്ന സംഭവങ്ങൾ സെറ്റപ്പ് ഒക്കെ ആയിട്ട് സെറ്റായിട്ട് നിന്നാലേ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. പിന്നെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ അതിൻ്റെ കഥ പറയണ്ട, 1.5 വെള്ളമാണ്. ഹീറ്ററുള്ളതുകൊണ്ട് സെറ്റാട്ടോ. ഹീറ്ററുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ ബെഡിന് ഹീറ്റർ ഉണ്ട്, ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. ഇപ്പം ഞങ്ങൾ ഈ സ്കാർഫ് ഉണ്ടല്ലോ, ഈ സ്കാർഫ് വാങ്ങാൻ വേണ്ടി വന്നാട്ടോ. ഇതിന് 100 റുപ്യാണ് അവർ പറഞ്ഞത്. എത്ര ചവിട്ടി പിടിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ഈ ഗ്ലൗസ് ഒന്നും ഇട്ട് ശീലമില്ലാത്തതുകൊണ്ട് ഇടുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. 100 രൂപ മുടക്കിയാലും അതിനുള്ള ആവശ്യം. അതെ, അതിനുള്ള ആവശ്യം നമ്മളെന്തായാലും വാങ്ങിപ്പോ. ഇതിപ്പോ ഈ സാധനം ഊരുമ്പോ ഇനി കണ്ണും കൂടി മൂടിയാ കൊള്ളാറുണ്ട്. പ്രത്യേകിച്ച് രാത്രി സമയത്ത് -5 താഴേക്ക് എത്തുന്നതാണ്. അതാണ്. ഇനിയിപ്പോ രാവിലെ ആയി കഴിഞ്ഞാൽ വലിയ സീനില്ല. കാരണം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാല്, വെയിലറച്ചു കഴിഞ്ഞാല് കുറച്ചും കൂടി ചൂടുണ്ട്. ഇങ്ങോട്ട് വന്നാച്ചി കുറച്ചുകൂടി ചൂടുണ്ടാവും. അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ. ഗുഡ് നൈറ്റ് ഗൈസ്.